ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊരു പർച്ചേസിന് പോവാണ്. കുറച്ച് ടോയ്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ദേവട്ടി കുറേ നാളായി പറയണം അവൾക്ക് കളിക്കാനൊന്നുമില്ല എന്നുള്ള രീതിയിൽ. എപ്പോഴും ഫുൾ ടൈം ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ടി വിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് ടോയ്സും കൂടി മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ബസ്സിലാണ് കേട്ടോ. അപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ കാണുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് ആലിയൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബിൽഡിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ വൈൻഡപ്പ് ചെയ്തെന്ന് പറയുന്നുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരു പ്രത്യേക ഡിസൈനുള്ള ഒരു ബിൽഡിംഗ് ആണ്. ബസ് വന്ന് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടോ. സീറ്റൊന്നുമില്ല, തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ നിൽക്കുകയാണ്. നമ്മൾ സൈക്ലിക്കോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ. അവിടെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. കാണാൻ ഭംഗിയുള്ള ഒരു സിഗ്നൽ ജംഗ്ഷനാണ് കേട്ടോ ഇത്. ഇവിടെ തന്നെ ഇതാ കണ്ടോ, ഇത് ബെൻസിൻ്റെ ഷോറൂമൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് കാർസിൻ്റെ ഒക്കെ ഷോറൂംസ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടുന്ന് നമ്മുടെ ടോയ് ഷോപ്പിലോട്ട്. ഞാൻ 2 ആഴ്ച മുമ്പ് എമ്പുരാൻ കാണാൻ വന്നതും ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെയാണ് തിയേറ്ററും വരുന്നത്. ഇവിടെ ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഷോപ്പുകൾ, അതുപോലെ നമ്മുടെ ഡിക്കാത്തലോണും അതുപോലെ തന്നെ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐക്ക പോലെയുള്ള ഷോറൂംസൊക്കെ ഉള്ളത് ഇവിടെയാണ് കേട്ടോ, സൂറിക്കിൽ. അപ്പോൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. സ്മിത്തിലും പോയിട്ടുണ്ട്. അപ്പോൾ സ്മിത്തിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ടോയ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഐക്കയിൽ വേണമെങ്കിൽ ഐക്കയിൽ പോവാം. നമുക്ക് ഈ വീട്ടിലെ ഹൗസ് ഹോൾഡ് ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ചീപ്പാണ്. കമ്പാരിറ്റീവ്ലി ഐക്കയിലൊക്കെ ചീപ്പാണ്. സോ അപ്പോൾ അതും ഇവിടെ തന്നെയാണ്. നമ്മളിപ്പോൾ അവിടേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് സ്മിത്തിൽ പോയിട്ട് തിരിച്ച് പോകാമെന്നുള്ള ഐഡിയയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ ടോയ് ഷോപ്പ് വരുന്നത്. സ്മിത്ത് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു വലിയ ലോകം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. കളിപ്പാട്ടങ്ങളുടെ ഒരു വലിയ ലോകം. ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഏകദേശം ഒരു 10,000 സ്ക്വയർ ഫീറ്റിൽ കുറയാതെ ഉണ്ടായിരിക്കും ഈ ഷോറൂം. ടോയ്സിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോറൂമാണിത്. പല വലിപ്പത്തിൽ പല റേറ്റിലുള്ള പിയാനോസാണ് ഇവിടെ ഇരിക്കുന്നത്. ഗിറ്റാർസും ഉണ്ട്. ഇത് ദേവുട്ടിക്ക് വേണ്ടി വാങ്ങിയ ഒരു ടോയാണ്, ഒരു പാവയാണ്. അവൾക്ക് ഇങ്ങനത്തെ ഡോൾസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അവൾ ആദ്യം അതിലും ചാടി വീണു. കാരണം അതിലിങ്ങനെ പാല് കൊടുക്കലും അതിനെ ഉറക്കലും ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവൾക്ക് നല്ല ഇഷ്ടമാണ്. അതിങ്ങനെ കളിക്കുന്നത് എപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ടോയ് ആദ്യം തന്നെ ചെന്നപ്പോൾ തന്നെ അവളെടുത്ത് കൈപ്പിടിച്ചു. സോ അത് ഞങ്ങൾ എടുത്തു കേട്ടോ, സെലക്ട് ചെയ്തു. മാർക്കറ്റ് മാതൃകയിൽ ഇരിക്കുന്ന ഈ സംഗതികൾ മുഴുവൻ ടോയ്സാണ്. കുട്ടികൾക്ക് വേണ്ട ഐറ്റംസ് മാത്രമേ തന്നെയാണ്. നമ്മളൊന്നും ചെറുപ്പത്തിൽ ഇതുവരെ കാണാത്ത പല ടോയ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. എന്താ പറയുക, എല്ലാം ഉണ്ട്. ഒരു 10 ലക്ഷം ഇന്ത്യൻ മണിയായിട്ട് പോയാലും അത് ചിലവാക്കാനുള്ള, സിമ്പിളായിട്ട് ചിലവാക്കാൻ പറ്റുന്ന അത്രയും ടോയ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു 10 അടി ഹൈറ്റിലാണ് റാക്കുകൾ സെറ്റ് ചെയ്തിട്ട് ടോയ്സ് ഇരിക്കുന്നത് കേട്ടോ. 10 പോരാ, ഒരു 12 അടിയോളം ഹൈറ്റ് മിനിമം കാണണം. അത്രയും ഹൈറ്റിൽ ആണ് ഓരോ റാക്സിൽ സാധനങ്ങൾ ഇവിടെ അടക്കിയിരിക്കുന്നത്. അത് ഏകദേശം ഒരു എത്ര റാക്സ് ഉണ്ടെന്ന് എണ്ണി നോക്കട്ടെ. ഒരു 7-8 റോലായിട്ട് ഇത്രയും റാക്സിൽ ഇത്രയും ഹൈറ്റിൽ സാധനങ്ങൾ ഇരിക്കുകയാണ്. ഷോപ്പിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെയുള്ള ആളുകളെല്ലാം ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടി ടോയ്സൊക്കെ വാങ്ങിക്കൊടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെന്ന് തോന്നുന്നു. കാരണം നല്ല തിരക്കുണ്ട്. പിന്നെ ഈ കുട്ടികൾക്ക് ആവശ്യമായ സ്റ്റോളർ, അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണാം. ഇവിടെ കുട്ടികളാരും അധികം അങ്ങനെ എടുത്ത് കാണാറില്ല. അവരെ കൊണ്ട് നടക്കാനുള്ള പല രീതിയിലുള്ള സ്റ്റോളർ മാത്രമല്ല, പല ഐറ്റംസും ഇവിടെ, പല വെറൈറ്റി ഓഫ് സ്റ്റോളേഴ്സും ഇവിടെ കണ്ടിട്ടുണ്ട്. സ്റ്റോളർ മോഡലുള്ള
കൂട് പോലെയുള്ള സ്റ്റോളറുകളൊക്കെ കാണാറുണ്ട് ഇവിടെ. ഇപ്പോൾ ദേവുട്ടീനെയൊക്കെ സ്കൂൾ കൊണ്ടാക്കാൻ പോകുന്ന സമയത്ത് ചില ഇവിടുത്തെ ആളുകൾ വരുന്നത് കാണാം. താഴെയുള്ള കുട്ടികളെ കൊണ്ട് ഒരു കൂട് പോലെയുള്ളൊരു ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിൽ എന്ത് വണ്ടി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു വണ്ടിയിൽ കുട്ടികളെ കവർ ചെയ്തിട്ട് നെറ്റ് ടൈപ്പ് കവറിൽ ഒരു വണ്ടി പോലെ അതിലൊക്കെ കൊണ്ടുവരുന്നത് കാണാറുണ്ട്. അതിവിടെ ഉണ്ട് കേട്ടോ, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അങ്ങനത്തെ ഐറ്റംസൊക്കെ കാണാം. നല്ല വിലയാണ് കേട്ടോ ഇതിനൊക്കെ, ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഈ രണ്ട് സൈഡിലും കാണുന്ന വെറൈറ്റി ഓഫ് ടോപ്പിൻ്റെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ടോയ്സുകളാണ് ഇരിക്കുന്നത്. എല്ലാ കാർട്ടൂൺസും ഉണ്ട്. നമ്മൾ ഈ ടി വിയിൽ കാണുന്ന എല്ലാ കാർട്ടൂൺ പ്രോഗ്രാമുകളുടെയും തീമിലുള്ള ടോയ്സ് ഇവിടെ ഉണ്ട്. അതിൽ കാണുന്ന എക്യുപ്മെൻറ്റ്സുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ടോയ്സായിട്ട് കിട്ടും. വലിയ വലിയ ട്രക്കുകൾ, അതുപോലെ തന്നെ ഈ ഫയർ എൻജിൻസ് എല്ലാം ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഒരു ഈ ഡൈനോസർസിൻ്റെ ഒരു സെഷനാണ്. ഒരുപാട് ഇതിൻ്റെ നമുക്ക് കണ്ട റിയലായിട്ട് തോന്നുന്ന ടൈപ്പ് മിനിയേച്ചറായിട്ടുള്ള ടോയ്സുകളാണ് എല്ലാം കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ടോയ്സാണ്. ഞങ്ങൾ വാങ്ങി 2 ടോയ്സ് ഞങ്ങൾ വാങ്ങിയതിൽ എന്തായാലും കൊടുക്കുന്ന പൈസയ്ക്കുള്ള ക്വാളിറ്റിയുള്ള ടോയ്സാണ്. നമ്മൾ പൂരപ്പറമ്പിൽ നിന്ന് വാങ്ങുന്ന പോലെയുള്ള ലോക്കൽ ടോയ്സ് അല്ല, നല്ല ടോയ്സാണ്. വിലയുണ്ട് കേട്ടോ, വിലയുണ്ട്. പക്ഷേ വില കൊടുക്കുന്ന വിലയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് കിട്ടുന്നത് എന്നുള്ളൊരു ആശ്വാസമുണ്ട്. അല്ലോ അതുപോലത്തെ ടാങ്കേഴ്സൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുമെന്ന് എനിക്കറിയണ്ട. അതുപോലത്തെ ഫ്ലൈറ്റിൻ്റെയൊക്കെ മിനിയേച്ചേഴ്സാണ് ഇരിക്കുന്നത്. ഇതൊക്കെ എന്താ, ഇതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വലിപ്പം ഫീൽ ചെയ്യില്ല. മിനിയേച്ചറൊന്നും പറയാൻ പറ്റില്ല, കാരണം അത്രയും വലിപ്പമുള്ള വലിയ ടോയ്സുകളാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ട്രക്കുകൾ, അങ്ങനത്തെ ഹെലികോപ്റ്റേഴ്സ്, അങ്ങനെ ഒരുപാട് എല്ലാവരുടെയും മിനിയേച്ചർ, നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല അടിപൊളി പ്രൊഡക്ട്സാണ്. വിലയുണ്ട് കേട്ടോ. കണ്ടോ, 74 CHF ആണ്. 24 CHF. 24 CHF എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 2500 രൂപയുടെ അടുത്തായി. 2000-2500 ഇടയിൽ റേറ്റ് വരും. നമുക്ക് നാട്ടിലൊക്കെ റേറ്റ് കമ്പയർ. ഇതൊക്കെ ചെറുതാണ് കേട്ടോ, ഇതിനെക്കാട്ടൊക്കെ വില കൂടിയത് ഇവിടെ ഉണ്ട്. ഒരുപാട് വെറൈറ്റി പല ടൈപ്പ് സാധനങ്ങളും ഉണ്ട് കേട്ടോ. പൈസ എത്ര വേണമെങ്കിലും നമുക്കിവിടെ പിടിക്കാം. കാരണം കുട്ടികളാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ദേവുട്ടിക്കൊക്കെ കൺഫ്യൂഷനാണ് എന്തെടുക്കണം എന്നുള്ളത്. അപ്പോൾ അവൾ ആദ്യം കാണുന്ന ഒന്നും എടുക്കും. ഈ എന്തായാലും ഈ ഡോൾ എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ അവൾക്കിങ്ങനെ ആവശ്യങ്ങൾ മാറി മാറി വരികയാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുന്നതോറും പുതിയ പുതിയ റിക്വയർമെൻറ്റുകളാണ് അവൾക്ക്. പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമുക്ക് തന്നെ കൈ തിരിച്ചു പോകുന്ന രീതിയിലുള്ള ഐറ്റംസാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ പണ്ട് ചെറുപ്പകാലത്ത് നമ്മളൊക്കെ വാശി പിടിച്ച ഇതിനു വേണ്ടി, ടോയ്സിന് വേണ്ടി എത്രത്തോളം വാശി പിടിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ മതി. അതും ഇതിൻ്റെ പകുതി സാധനങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മളൊക്കെ വാശി പിടിച്ച് എത്രത്തോളം കരഞ്ഞിട്ടുണ്ട്. പഴയ ഓർമ്മകളൊക്കെ അങ്ങനെ വരും, ചെറുപ്പകാലത്ത് ടോയ്സിന് വേണ്ടി വാശി പിടിച്ചതും കാര്യങ്ങളൊക്കെ. എന്നാലും അത്രയ്ക്കൊന്നും അവൾ വാശി പിടിക്കാറില്ല കേട്ടോ, ആൾ ഡീസൻ്റാണ്. ഇത് ജീപ്പിൻ്റെ മിനിയേച്ചറാണ് കേട്ടോ. ജീപ്പുണ്ട്, ട്രക്കുണ്ട്, അതേ കളറുള്ള ട്രാക്ടറുണ്ട്. അപ്പോൾ ആ ഒരു കളർ തീം പിടിച്ചിട്ടുള്ള കുറേ വണ്ടികളുണ്ട് കേട്ടോ. അതിന് മേലെ അതാ ഒരു ഓറഞ്ച് കളർ ട്രക്ക് ഇരിക്കുന്നുണ്ട്. ഇത് പിന്നെ ട്രക്കുകളാണ് ഇവിടെ, പല കളറിൽ പല വെറൈറ്റി ട്രക്കുകൾ. ഇത് പിന്നെ ഗണ്ണുകളാണ്, നല്ല വലിയ ഗണ്ണാണ്. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര വലിപ്പം ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല, പക്ഷെ ഇത് ശരിക്കും നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഈ ഗണ്ണുകൾ പല വലിപ്പത്തിലുള്ള ഗണ്ണുകളുണ്ട്. എന്നാലും അടിപൊളിയാണിത്. ഇതൊക്കെ കുറേ വണ്ടികളാണ് കേട്ടോ. കാറുകൾ, പല രീതിയിലുള്ള കാറുകൾ, ഫ്ലൈറ്റുകൾ, ഹെലികോപ്റ്റേഴ്സ്, അങ്ങനെ എല്ലാം കാറുകളുടെ ഒരു സെഷനാണ്. എല്ലാം ഒരു വണ്ടികളുടെ സെഷനാണ് മൊത്തത്തിൽ. അത് റിമോട്ട് കൺട്രോൾഡ് ഉണ്ട്, റിമോട്ട് കൺട്രോൾഡ് അല്ലാത്തതുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ റിമോട്ട് കൺട്രോൾ വർക്ക് ചെയ്യുന്ന ഒരു കാറ് മേടിച്ചിരുന്നു, ഒരു ലംബോഗിനി ചെറുത്. അത് അടിപൊളിയാണ്, ഇപ്പോഴും നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ദൈവട്ടി ഭയങ്കര ഹാർഡായിട്ട് യൂസ് ചെയ്തിട്ടും അതിനൊരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ, നല്ല സാധനമാണ്. പക്ഷേ ബാറ്ററി നല്ല എക്സ്പെൻസാണെന്ന് മാത്രം. 5 ബാറ്ററി വേണം. ഇത് കണ്ടോ, കുറേ ഡോൾസൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുള്ള ഡോൾസാണ്. ഇവിടെ പിന്നെ റോസ് ബാർബിയുടെ കുറേ ഡോൾസ് ഇരിക്കുന്നുണ്ട്. ഈ ബാർബി ഡോൾസിനൊക്കെ നല്ല വിലയാണ് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ചെറിയ ഒരു റിമോട്ട് കൺട്രോളിൽ കാറ് പഠിക്കുന്നതിനായിട്ടും
പൈസയാണ് ബാർബിയുടെ ഡോളിന്. ഒരു ചെറിയ ഡോളിന് നല്ല വിലയുണ്ട്. പല പല വലിപ്പത്തിലുള്ള ഡോൾസ് ഉണ്ട് കേട്ടോ. ബാർബിയുടെ തന്നെ പല വലിപ്പത്തിലുള്ള ഡോൾസ് ഉണ്ട്. എന്താ പറയുക, ഏത് വലിപ്പത്തിലും ഏത് പൈസയ്ക്കും നമുക്കിവിടെ സാധനം കിട്ടും. കുട്ടികളുമായിട്ട് പോയി കഴിഞ്ഞാൽ, വാശിയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എളുപ്പമല്ല തിരിച്ചു കൊണ്ടുവരാൻ. നമ്മുടെ പൈസ കുറേ ഇറങ്ങും. ദേവുട്ടിയും കുറച്ചൊക്കെ വാശി പിടിച്ചു. എന്നിരുന്നാലും അവൾ പറഞ്ഞാൽ ഒരു ഇതൊക്കെ കേൾക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ല, അവൾക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് പിന്നെ കണ്ടോ, ഇത് പിന്നെ പാവകളാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുള്ള പാവകളുണ്ട്. ഇവിടെ പിന്നെ കുറേ വെറൈറ്റി ഐറ്റംസ് ഇരിക്കുന്നു. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും അറിയില്ല. കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. വലിയ വലിയ ബോക്സുകളാണ് ഇരിക്കുന്നത് കേട്ടോ. കുറേ പസിൽസും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറേ കാണാം. പല ഗെയിംസ് കളിക്കാനുള്ളത്. എന്തായാലും ഞാനൊന്നും ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ടോയ്സുകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ഒന്നും ചെറുപ്പത്തിലൊന്നും ഇത്രയും നല്ല ഷോപ്പുകളൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. നമുക്കൊക്കെ ടോയ്സ് കാണണമെങ്കിൽ വല്ല പൂരോ പെരുന്നാളൊക്കെ വരണം, അല്ലെങ്കിൽ പിന്നെ ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോകണം. അപ്പോൾ പടിഞ്ഞാറൻ നടയിലും കിഴക്കേ നടയിലൊക്കെ ഒരുപാട് ടോയ് ഷോപ്പുകളുണ്ട്. അത് കണ്ടിട്ടുള്ള ശീലം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ, കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടോയ്. നമ്മുടെ നാട്ടിലുണ്ട് ടോയ് ഷോപ്പുകൾ, ഇല്ലയെന്നല്ല. പക്ഷെ ഇത്ര വലിപ്പത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി കളമശ്ശേരിയിലെ ഡിക്കാത്തലോണിനെക്കാട്ടും വലിപ്പത്തിലാണ് ഇവിടെ ടോയ്സ് ഇരിക്കുന്നത്. ഇത് കണ്ടോ നിങ്ങൾ? ഇത് മറ്റേ നമ്മുടെ സ്വൈപ്പിംഗ് മെഷീൻ്റെ മിനിയേച്ചറായിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസിൻ്റെ മിനിയേച്ചർ, അതായത് ഈ പറയുന്ന വാക്വം ക്ലീനേഴ്സിൻ്റെ ഒക്കെ മിനിയേച്ചറായിട്ടുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പൊക്കെ കണ്ടു. ഇത് പിന്നെ കിച്ചൺ സെറ്റാണ്. ഇതൊക്കെ പിന്നെ കോമൺ ആണ്. അതുപോലെ തന്നെ ടീ സെറ്റ്, പിസ്സ സെറ്റ്, ബർഗർ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് പിന്നെ എന്തോ ഒരു സെറ്റ് ചെയ്യാനുള്ള, കുട്ടികൾക്ക് തന്നെ സെറ്റ് ചെയ്യാനുള്ള എന്താ പറയുക, മോഡൽസാണ്. എന്താ അതിന് പറയാമെന്ന് ചോദിച്ചാൽ എക്സാക്ട്ലി നമുക്കും അറിയില്ല. പല വെറൈറ്റി ഉണ്ട്, നല്ല വിലയുണ്ട്. അത്യാവശ്യം ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ മൊത്തത്തിൽ നടന്ന് കാണുമ്പോഴേക്കും അത്യാവശ്യം വയ്യാണ്ടാവും, ടയർഡാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെ വലിപ്പം നമുക്ക് ഏകദേശം അളക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചി കളമശ്ശേരിയിലെ ഡെക്കാത്തലോണൊക്കെ കണ്ടിട്ടില്ലേ, എനിക്ക് തോന്നുന്നു അതിനേക്കാൾ വലിപ്പമുള്ളൊരു ഷോപ്പാണ് ഇതെന്ന് തോന്നുന്നു. പക്ഷെ ഡെക്കാത്തലോണിൽ അറേഞ്ച് ചെയ്ത പോലെയല്ല ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഐറ്റംസ്. ഇവിടെ റാക്കുകളിലായിട്ടാണ്. അതിൽ കൂടുതൽ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരിക്കും. കാരണം അറേഞ്ച്മെൻറ്റ്സ് അങ്ങനെയാണ്, കുറച്ചുകൂടി അടുപ്പിച്ചടുപ്പിച്ചാണ് സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ പല രീതിയിലുള്ള റോബോട്ട്സൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ യൂസ് എന്താണെന്ന് അറിയില്ല. കളിക്കാനുള്ളത് തന്നെയായിരിക്കും കുട്ടികൾക്ക്. എന്തായാലും റോബോട്ട്സാണ് ഇരിക്കുന്നത്. മൊത്തം ഇങ്ങനെ മെല്ലെ മെല്ലെ നോക്കി നടന്നിട്ട് വയ്യാണ്ടേ കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇനി ഞാനെന്ത് പണി ചെയ്യാന്ന് വിചാരിച്ചു. മൊത്തത്തിൽ ഈ ഷോപ്പിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മൊത്തത്തിലൊന്ന് ഓടി നടന്നെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം എൻഡായി. ഇനി ഈ ഒരു സെഷനാണ് ഇനി ലാസ്റ്റ് റാക്ക് ഇരിക്കുന്നത്. അത് കഴിഞ്ഞാൽ റാക്കിൻ്റെ സൈഡിലായിട്ട് ഇനി
ഈ പറയുന്ന പോലെ പാർക്ക് സെറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. ഇത് ലാസ്റ്റ് റോ ആണ്. ഇവിടെ ഈ പറയുന്ന പോലെ ഗെയിംസാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ മോണോപോളി പോലത്തെ ഉള്ള ഗെയിംസ് ഉണ്ട്, ചെസ് ബോർഡുകൾ, അങ്ങനത്തെ ഇരുന്ന് കളിക്കുന്ന ടൈപ്പ് ഇതാണ് ഇരിക്കുന്നത്. ഇതാണ് കണ്ടോ പാർക്ക് സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പുകളാണ്. നമ്മുടെ സ്ലൈഡുകൾ, സ്വിങ്ങുകൾ, അങ്ങനെ എല്ലാം ഇരിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് വീട്ടിൽ ഒരു പാർക്ക് തന്നെ സെറ്റ് ചെയ്യാം. അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ ഫെൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാർക്കിൻ്റെ സെറ്റപ്പാണ് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സൈക്കിൾസാണ്. ഇങ്ങനെ നിന്നുകൊണ്ട് ഉന്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് സൈക്കിൾസാണ്. ഇത് ഇവിടെ കോമൺ ആയിട്ട് എല്ലാ കുട്ടികളും ഈവൻ മുതിർന്നവർ വരെ ഉപയോഗിക്കുന്ന സൈക്കിളാണ്. ഇത് ഇലക്ട്രിക് പവേർഡും ഉണ്ട്, നമ്മൾ കയറുന്നത് ജസ്റ്റ് തള്ളി കൊടുക്കുന്നതും ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ കാണില്ല, കാരണം നമ്മുടെ നാട്ടിൽ അതിന് പറ്റിയ ഫുട്പാത്തൊന്നും ഇല്ലല്ലോ പ്രോപ്പറായിട്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലായിടത്തും നല്ല രീതിയിൽ ഫുട്പാത്ത് ഉണ്ട്. നടക്കുന്ന വഴിയിലൂടെ കുട്ടികൾക്ക് ഇത് തള്ളിക്കൊണ്ട് പോകാനുള്ള പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇതിവിടെ നല്ല യൂസ്ഫുള്ളാണ്. ഇവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച്. ഇനി ഇവിടെ ഇതാണോ കുറേ ഇതിനി ഇലക്ട്രിക്കായിട്ട് നിന്നുകൊണ്ട് ഇങ്ങനെ പോകുന്ന, ഓട്ടോമാറ്റിക്കായി പോകുന്ന ഒരു ടൈപ്പ് സാധനമുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. കണ്ടാൽ നമുക്ക് ഈ ബോക്സിൻ്റെ മുകളിൽ പിക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത് ഇന്നതാണ് സംഭവം എന്നുള്ളത്. പക്ഷെ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ. വീഡിയോ എടുത്തിരിക്കുന്നത് മൊത്തത്തിൽ കുറച്ച് ഷേക്കായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മൊത്തത്തിൽ വീഡിയോയ്ക്ക് ഉണ്ടാവും കേട്ടോ, ഒന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ ഇനി വരുന്നത് സൈക്കിൾസിൻ്റെ സെഷനാണ്. ഇത് അതുപോലെ തന്നെ ഈ പാർക്കുകളിലൊക്കെ, നമ്മുടെ ഇൻഡോർ പാർക്കുകളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്, കുട്ടികൾക്ക് ജമ്പ് ചെയ്യാനും അതിനും വേണ്ടിയിട്ടുള്ള സംഗതികളാണ്. ഇതിനെന്താ പറയുക, എന്തോ പേര് പറയാൻ ഞാൻ മറന്നു. ഇനി ഇവിടെ ഒറിജിനൽ 2 വീൽ സൈക്കിൾസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നേരത്തെ കണ്ടത് നമ്മൾ തള്ളിക്കൊണ്ടുപോകുന്ന ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടും പിന്നെ ഇലക്ട്രിക് പവേർഡ് ആയിട്ടുള്ളതുമാണ് കണ്ടത്. ഇത് ഒറിജിനൽ നോർമൽ സൈക്കിൾസ് ആണ്. ഇതിലും ഇലക്ട്രിക് ഉണ്ട്, അതുപോലെ തന്നെ നോർമലി നമ്മൾ ചവിട്ടുന്ന സൈക്കിൾസും ഉണ്ട്, ഗിയറുള്ളതുണ്ട്, ഗിയർലെസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് കണ്ടോ, ഇത് പല വെറൈറ്റി ഓഫ് സ്റ്റോളേഴ്സാണ്. ഇതാണ് ഞാൻ നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, കൊട്ട പോലത്തെ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് പോകുന്ന സെറ്റപ്പ്. ഇതിൻ്റെ ഉള്ളിൽ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് പോകുന്നതാണ് കേട്ടോ. ഇത് കണ്ടാൽ നമ്മൾ വേറെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് വിചാരിക്കും, പക്ഷെ ഇത് കുട്ടികളെ കൊണ്ടുപോകാനുള്ളതാണ്. ചെറിയ കുട്ടികളെ അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ടാണ് ഇവിടെ ഉള്ള ആളുകൾ, അമ്മമാരൊക്കെ കൊണ്ടുപോകാറ്. ഇത് നോർമൽ സ്റ്റോളേഴ്സാണ്. അത് ബോക്സ് ടൈപ്പ് ഉള്ള സ്റ്റോളറാണ്. ഇനി ഇവിടെ കാർ സീറ്റുകളാണ് ഇരിക്കുന്നത്. വെറൈറ്റി കാർ സീറ്റുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് ബില്ലിംഗ് സെഷനിൽ എത്തിയിട്ടോ. കണ്ടോ ബില്ലിങ്ങിൽ തിരക്ക് കണ്ടോ, 3 കൗണ്ടറിലും ആളുകളാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ. അപ്പം അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. വീഡിയോ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് എൻഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് വീട്ടിൽ വന്നിട്ട് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ദേവട്ടിക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ പർച്ചേസ് ചെയ്ത് വീട്ടിലെത്തി. നല്ലൊരു ടോയ് ഷോപ്പാണ് കേട്ടോ സ്മിത്ത്. ഒരുപാട് കളക്ഷൻസ് നിങ്ങൾ കണ്ടില്ലേ, എത്ര ഏരിയയിലാണ് ടോയ്സ് ഇരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസ് ഇടാൻ എനിക്കൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.